നമസ്കാരം, സതീഷ് വയനാട് വണ്ടിയമ്പലേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നമ്മുടെ മുത്തങ്ങയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വന്ന സമയത്ത് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ, ഇവിടെ വന്നപ്പോ ഈ പ്രകൃതിന്റെ ഈ ഒരു ഭയങ്കര ഒരു വൈബ് കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കാതെ എന്തായാലും പോവാൻ തോന്നുന്നില്ല. പക്ഷെ വീഡിയോ എടുക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്താ വെച്ചാല് ഇവിടെ ഫോറസ്റ്റിന്റെ അനുമതി ഇല്ലാതെ ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഒരു ചേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു സംശയം തോന്നി. അയാൾ പറഞ്ഞത് ശരിയാണോ അല്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് മെല്ലെ ഇവിടുന്ന് തിരിക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ നല്ല വൈബുള്ള സ്ഥലമാണ്, പക്ഷെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ്. അപ്പൊ എന്തായാലും വേണ്ടില്ല, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എന്തായാലും പോയി നോക്കാം. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഈ അതിർത്തി വരെ ഒന്ന് പോയി നോക്കാം. കേരള കർണാടക അതിർത്തി വരെ. എന്നാലും ആ ഗ്രാമത്തിലേക്ക് നമുക്ക് പോയിട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടൊക്കെ പോവാം. ചിലപ്പോ ആനയോ കടുവയൊക്കെ ചിലപ്പോ കണ്ടു വരും. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് മുൻപും ആനയെ കാണാൻ പറ്റില്ല. പക്ഷെ ചില സമയങ്ങളിലാണ് ഉണ്ടാകാതെ വന്നത്. ഞാനിപ്പോ എന്റെ വണ്ടിയിൽ കയറിയിട്ടുള്ളൊരു ആളുടെ അടുത്ത് ചോദിച്ചപ്പോ ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്ന ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. എന്താണേലും അവിടെ വരെ പോയിട്ട് തിരിച്ചു പോരാം. നമുക്ക് നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ എന്താണേലും നമ്മള് പൊൻകുഴി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി. ആനപ്പിണ്ടൊക്കെ ഉണ്ട് ഇവിടെ. പേടിയാണ്, ആന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇവിടെ ഒരു മുതലക്കുളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മുതലക്കുളത്തിൽ മുതലുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്താണ് സ്ഥിതി എന്നറിയില്ല, പോയി നോക്കാം. നല്ല പച്ചപ്പുള്ള നല്ലൊരു കുളമാണ്. ഇവിടേക്ക് ശരിക്കും ഒരു ഫോറസ്റ്റിനകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഫോറസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആളുകളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു, ഫോട്ടോ എടുക്കുന്നത് കണ്ടു, ടൂറിസ്റ്റുകളൊക്കെ. പിന്നെ അതുകൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്കൊന്നും പോകുന്നില്ലല്ലോ, ഉൾക്കാട്ടിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് ഇതിൻ്റെ ഒരു പച്ചപ്പ്, ഈ പായൽ കണ്ടപ്പോൾ എനിക്കൊന്ന് കയറിയിട്ടൊന്ന് എടുക്കാനുള്ള ഒരു കൗതുകം തോന്നിയിട്ടാണ്. പക്ഷേ എന്താണേലും ഇതിനൊരുപാട് ആഴുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആഴമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതിലേക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാ കാണുന്നതാണ് പൊൻകുഴി ക്ഷേത്രം. ബലിദാന സമർപ്പണത്തിനൊക്കെ ആയിട്ട്, ബലിയിടാനൊക്കെ ആയിട്ട് ആളുകൾ വന്നു ചേരുന്ന ക്ഷേത്രമാണത്. അപ്പോൾ മൈസൂർ റോഡാണ്, മൈസൂരിലേക്കുള്ള വാഹനങ്ങളാണ് പോകുന്നത്. കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയാണിത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ ആന നിറയെ ഉള്ളതാണ്. ഇവിടെയൊക്കെ നിറയെ ആനപ്പിണ്ടുണ്ട്, എല്ലായിടത്തിലും നിറയെ കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ആനപ്പിണ്ട് അങ്ങനെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടിയൊക്കെ കഴിയുന്ന സമയത്ത് ഇവിടെ ആന ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെ അപ്പുറത്തെ കണ്ടില്ലേ, ഫെൻസിങ് ലൈനൊക്കെ വെച്ചിട്ടുണ്ട്, ഫെൻസിങ് ലൈനൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റിൽ കയറാൻ നമുക്ക് പാടില്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ വളരെ മനോഹരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കണം. ഇത്രയും നല്ല സ്ഥലത്ത്, ഇതേപോലെയുള്ള ഈ നല്ല സ്ഥലത്ത് ഇവിടെ വന്നിട്ട് സഞ്ചാരികളൊക്കെ പ്ലാസ്റ്റിക് ഇതാകണ്ടില്ലേ, നിറയെ ബോട്ടിലും നിറയെ പ്ലാസ്റ്റിക് ബോട്ടിൽസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളൊക്കെയാണ് കിടക്കുന്നത്. വെള്ളത്തിലും കുറേ കണ്ടമാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മലിനമായിട്ട് കിടക്കാൻ കാരണം ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക്കാണ്. എത്രയോ വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ കാറുകളൊക്കെ നിർത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ നിർത്തി ഇറങ്ങി വന്നിട്ട് ഫോട്ടോ എടുക്കാനും അല്ലാതെയൊക്കെ വരും. അപ്പോൾ പിന്നെ എങ്ങനെ അവർക്കെതിരെ ഒരു നിയമ നടപടി ആരും എടുക്കാതിരിക്കും? ഇതാ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇവിടെ അനുവദനീയമല്ല.
ഇതിന് ഫൈനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ കാണാനായിട്ടാണോ, ഇനിയിപ്പോൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ എന്താണെങ്കിലും അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ ഫൈൻ ഈടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ആ മരത്തിൽ നിന്ന് വീണിട്ടുള്ള പൂക്കൾ തിന്നാൻ, അത് ആ പൂക്കൾ തിന്നാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പരാതി ഉണ്ടായിരുന്നു. ആനേനെ കണ്ടില്ല എപ്പോൾ വന്നാലും കാണാനില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആനേനെ കണ്ടു. നല്ലൊരു ഒറ്റ കൊമ്പനെ കാണാനുണ്ട് കേട്ടോ. അത് അവിടെ കണ്ടില്ലേ, ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാണാൻ പറ്റും. ഒരു ഒറ്റ കൊമ്പൻ, നല്ല കൊമ്പനാണ്. പേടിയാകുന്നുണ്ട് കാണുമ്പോൾ തന്നെ. വീട്ടുകാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. നിർത്താൻ പറ്റാത്തത് കൊണ്ട് എന്താ വെച്ചാൽ നിർത്തി സൂം ചെയ്ത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഫോറസ്റ്റുകാർ ഉണ്ടെങ്കിൽ ഫൈനാക്കും. അതുകൊണ്ട് വേഗം വിടാണ് കേട്ടോ. കുറച്ച് അത് ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് അത് നടന്നിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്നിട്ട് അധികം നേരം നിന്ന് എപ്പോഴും പറയുന്നത് അധികം നേരം നിന്ന് തിരിയുന്നില്ല, വിടുകയാണ് കേട്ടോ. ഓക്കെ, അവിടെ 2 കുട്ടിക്കൊമ്പന്മാർ ചെറിയ കണ്ട, ചെറിയ 2 പേര്, 3 പേരുണ്ട് കേട്ടോ. റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ് ആദ്യം കണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് വലത് വശമായിട്ട് വണ്ടി നിർത്താൻ പാടില്ലാത്തത് കൊണ്ട് ഇവിടെ ഞാനിങ്ങനെ ചെറുതായിട്ട് വണ്ടി മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്യാമറ എടുക്കാനേ പറ്റുള്ളൂ. കണ്ടില്ലേ, അമ്മയും 2 കുട്ടികളാണ് പോകുന്നത്. ഇവിടുന്ന് മെല്ലെ വിടത്തുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് കർണാടക അതിർത്തിയായി, കേരള കർണാടക ബോർഡറായി. അവിടെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് പറഞ്ഞ് ഇവിടുന്ന് തിരിക്കുകയാണ്.